ഐ ആം ഗോയിങ് ടു ബി ദ മാനേജർ ഓഫ് ദിസ് ടീം, നോട്ട് ദ കോച്ച്. പ്രീമിയർ ലീഗിൽ ലീഡ്സിനെതിരായ സമനിലയ്ക്ക് ശേഷം റൂബൻ അമോറിമിൻ്റെ പ്രതികരണം ഏറെ വൈകാരികമായിരുന്നു. വാർത്താ സമ്മേളനങ്ങളിൽ അമോറിമിൻ്റെ വൈകാരിക പ്രകടനങ്ങൾ യുണൈറ്റഡ് ആരാധകരെ സംബന്ധിച്ച് പുതിയ കാര്യമൊന്നുമല്ല. പക്ഷേ ഇക്കുറി അയാൾ ഒരല്പം കൂടി ഇമോഷണലാണ്. മാനേജർ എന്ന പദം പല കുറി അമോറിം ആവർത്തിച്ചു. താൻ എങ്ങോട്ടും ഇറങ്ങിപ്പോകുന്നില്ലെന്ന് പ്രഖ്യാപിച്ചു. മേലാളന്മാർ പലർക്കുമെതിരെയുള്ള അതൃപ്തി അയാൾ പരസ്യമാക്കി. ആ പത്രസമ്മേളനം കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം ടെർമിനേഷൻ ലെറ്റർ അടിച്ച് കയ്യിൽ കൊടുത്തു യുണൈറ്റഡ്. സർ അലക്സ് ഫെർഗൂസിന് ശേഷം യുണൈറ്റഡിൻ്റെ പരിശീലക പദവിയിലെത്തുന്ന 10ാമത്തെ ആളും പടികറങ്ങുന്നു. ഷോർട്ട് ടേമിലും താൽക്കാലിക പരിശീലകരായും പെർമനന്റ് റോളിലുമൊക്കെയായി ആ പദവിയിൽ ഇരുന്നവരുടെ എണ്ണം 2 അക്കം കടന്നു. ഡേവിഡ് മോയസ്, റിയാൻ ഗിഗ്സ്, ലൂയി വാൻ ഗാൽ, ജോസെ മൊറിഞ്ഞോ, ഒലെ ഗണ്ണർ സോൾഷ്യർ, മൈക്കിൾ കാരിക്, റാൽഫ് റാഗ്നിക്, എറിക് ടെൻ ഹാഗ്, റൂഡ് വാൻ നിസ്റ്റൽറോയി, റൂബൻ അമോറിം. യുണൈറ്റഡിൻ്റെ ഷെൽഫിൽ അവസാനമായി പ്രീമിയർ ലീഗ് കിരീടം എത്തിയിട്ട് എത്ര കാലമായിരുന്നു? ഏതാണ്ട് 1.5 പതിറ്റാണ്ടോടടുക്കുന്നു. ഇനി ആരാണ് യുണൈറ്റഡിനെ രക്ഷിക്കാൻ എന്ന പേരിൽ ഓൾഡ് ട്രാഫോർഡിൻ്റെ പടികടന്നെത്താൻ പോകുന്നത്? ഗ്ലോറികളുടെ ഐതിഹാസിക ചരിത്രങ്ങൾ ഏറെ പറയാനുള്ള ഓൾഡ് ട്രാഫോർഡ് ഗ്യാലറിയിൽ ഇപ്പോഴും പ്രതീക്ഷയോടെ ആ റമോൺടാഡക്കായി കാത്തിരിക്കുന്ന ആരാധകരോട് മാനേജ്മെൻറ്റിന് എന്താണ് പറയാനുള്ളത്? 14 മാസം, 63 മത്സരങ്ങൾ, 25 ജയം, 23 തോൽവി, 18 സമനിലകൾ, വിന്നിംഗ് പെർസെൻറ്റേജ് 38, 7th ലോവസ്റ്റ് ഓഫ് എനി പെർമനന്റ് മാനേജർ ഇൻ ദ ക്ലബ്സ് ഹിസ്റ്ററി. കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ യുണൈറ്റഡിൻ്റെ പെർമനന്റ് മാനേജർമാരായി എത്തിയവരിൽ റാൽഫ് റാഗ്നിക്കിന് മാത്രമേ അമോറിമിനേക്കാൾ മോശം റെക്കോർഡുള്ളൂ. ഇനി പ്രീമിയർ ലീഗിലെ കണക്കുകൾ മാത്രം എടുത്തു നോക്കൂ. അമോറിമിന് കീഴിൽ 47 മത്സരങ്ങളിൽ ആകെ 15 എണ്ണത്തിൽ മാത്രമാണ് യുണൈറ്റഡ് ജയിച്ചത്. 31 വിജയ ശതമാനം. ഒറ്റ ട്രോഫി പോലുമില്ല. പോയ സീസൺ ലീഗിൽ ഫിനിഷ് ചെയ്തത് 15ാം സ്ഥാനത്താണ്. ടീം റെലഗേറ്റഡ് ആയ 1973-74 സീസണിന് ശേഷമുള്ള ഏറ്റവും മോശം റാങ്കിങ്. ആകെ കിരീട പ്രതീക്ഷ ഉണ്ടായിരുന്ന യൂറോപ്പ ലീഗ് ഫൈനലിൽ പടിക്കൽ കലമടച്ചു. ഇതാണ് അമോറിമിന് കീഴിൽ ടീമിൻ്റെ പ്രകടനങ്ങളുടെ ആകെ തുക. അതായത് ഈ കാരണം മാത്രം പറഞ്ഞ് അമോറിമിനെ സാക്ക് ചെയ്താൽ അയാളെ ന്യായീകരിക്കുന്നവർക്ക് പറയാൻ കയ്യിൽ ഒന്നും ഉണ്ടാകില്ലെന്ന്. പക്ഷേ അവസാന സമയത്ത് നടത്തിയ അതിരുകടന്ന ചില പ്രതികരണങ്ങളാണ് അമോറിമിൻ്റെ തൊപ്പി തെറിപ്പിച്ചത് എന്ന് പറയേണ്ടി വരും. മോഡേൺ എറയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ആദ്യ ഹെഡ് കോച്ചായിട്ടായിരുന്നു അമോറിമിൻ്റെ നിയമനം. അതായത് ആ പദവി മാനേജർ റോൾ അല്ലെന്ന് അയാളെ നിയമിക്കുന്ന സമയത്ത് തന്നെ ടീം ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. മാനേജർക്ക് പ്ലെയർ റിക്രൂട്ട്മെൻറ്റിലടക്കം ടീമിൻ്റെ മറ്റെല്ലാ കാര്യങ്ങളിലും ഇടപെടാനാകും. എന്നാൽ കോച്ചിന് പരിശീലന ചുമതല മാത്രമാണ് ഉണ്ടാവുക. ഇതിൽ തുടക്കം മുതലേ അമോറിം അതൃപ്തനായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അയാൾ മാനേജർ എന്ന പദം ഉപയോഗിക്കുന്നത് ആരാധകർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സാക്ക് ചെയ്യപ്പെടുന്നതിന് തൊട്ടു മുമ്പുണ്ടായ അയാളുടെ പൊട്ടിത്തെറി അതൃപ്തികളുടെ ആഴം എത്രയാണെന്ന് വ്യക്തമാക്കി തന്നു. കഴിഞ്ഞ സീസണെ അപേക്ഷിച്ച് ഈ സീസണിൽ ആരാധകർക്ക് അമോറിമിൽ ഒരല്പമെങ്കിലും പ്രതീക്ഷയുണ്ടായിരുന്നു. അയാൾ സാക്ക് ചെയ്യപ്പെടുമ്പോൾ ടീം പോയിന്റ് ടേബിളിൽ 6ാം സ്ഥാനത്താണ്. 5ാം സ്ഥാനത്തുള്ള ചെൽസിക്കും യുണൈറ്റഡിനും ഒരേ പോയിന്റ്. പ്രകടനങ്ങളിൽ ഇൻകൺസിസ്റ്റൻസി നിഴലിച്ചു കിടപ്പുണ്ടെങ്കിലും ടോപ്പ് 4 പ്രതീക്ഷകൾ ഇപ്പോഴും ബാക്കിയുണ്ടെന്ന്. അമോറിമിൻ്റെ 3-4-3 സിസ്റ്റത്തിൽ പലർക്കും അതൃപ്തി ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് മാനേജ്മെൻറ്റിന്. എന്നാൽ അതിൽ തുടരാൻ തന്നെ അമോറിം തീരുമാനിക്കുന്നു. സമീപകാലത്ത് ഇതുമായി ബന്ധപ്പെട്ട് അമോറിം നടത്തിയ ചില പ്രസ്താവനകൾ ഫുട്ബോൾ സർക്കിളുകളിൽ വലിയ ചർച്ചയായി. ഒരു പെർഫെക്റ്റ് 3-4-3 സിസ്റ്റത്തിൽ കളിക്കണമെങ്കിൽ വലിയ പണം ചെലവഴിച്ച് റിക്രൂട്ട്മെൻറ്റുകൾ നടത്തണം. ആ സിസ്റ്റം വർക്കാവാൻ സമയമെടുക്കും. അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് എനിക്ക് പതിയെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. സോ ഒരുപക്ഷെ എനിക്ക് ഈ സാഹചര്യങ്ങളോട് അഡാപ്റ്റ് ആകേണ്ടി വന്നേക്കാം. തനിക്ക് ടീമിൽ നിന്ന് കൃത്യമായ പിന്തുണ ലഭിക്കുന്നില്ല എന്ന് പലപ്പോഴും അമോറിം പറയാതെ പറഞ്ഞിട്ടുണ്ട്. അവസാന കാലത്ത് അയാൾ അതൊക്കെ പരസ്യമാക്കി. ന്യൂകാസിലിനോട് ജയിച്ച മത്സരത്തിൽ ബാക്ക് 4 സിസ്റ്റത്തിൽ കളിച്ച യുണൈറ്റഡ് വോൾഫ്സിനെതിരായ മത്സരത്തിലും 4-3-2-1 ഫോർമേഷനിലാണ് ഇറങ്ങിയത്. റെലഗേഷൻ സോണിലുള്ള വോൾഫ്സിനോട് അന്ന് സമനില വഴങ്ങി. ലീഡ്സിനോട് വീണ്ടും ബാക്ക് 3യിലേക്ക് തിരിച്ചെത്തി. കഴിഞ്ഞ സമ്മറിൽ മുന്നേറ്റ നിര ശക്തിപ്പെടുത്താനായി മാത്രം 200 മില്യൺ പൗണ്ടാണ് ടീം ട്രാൻസ്ഫർ മാർക്കറ്റിൽ വാരിയെറിഞ്ഞത്. എംബൂമോയും കുഞ്ഞയും സെസ്കോയും ഓൾഡ് ട്രാഫോർഡിലെത്തി. അതേസമയം മിഡ്ഫീൽഡിൽ പ്രശ്നങ്ങൾ പലതും ഉറഞ്ഞുകൂടി കിടക്കുന്നുണ്ടായിരുന്നു. അമോറിമിൻ്റെ കാലത്ത് ഒരൊറ്റ മിഡ്ഫീൽഡറെ പോലും യുണൈറ്റഡ് സൈൻ ചെയ്തിട്ടില്ല. അതിനൊപ്പം കോബി മെയ്നുവിന് പ്ലേയിങ് ടൈം അധികം ലഭിക്കാത്തതും വലിയ ചർച്ചയായി. മെയ്നുവിൻ്റെ ഹാഫ് ബ്രദർ ഫ്രീ മെയ്നു എന്നെഴുതിയ ടീഷർട്ട് അണിഞ്ഞ് ഗ്യാലറിയിൽ എത്തിയത് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു. ഇക്കുറി യുണൈറ്റഡ് കരബാവോ കപ്പിൽ നിന്ന് പുറത്തായത് 4th ഡിവിഷൻ ടീമായ ഗ്രിംസ്ബി ടൗണിനോട് പരാജയപ്പെട്ടാണ്. ഫുട്ബോൾ ലോകത്തെ ആകെ ഞെട്ടിച്ച തോൽവിയായിരുന്നു അത്. ചരിത്രത്തിൽ ആദ്യമായാണ് യുണൈറ്റഡ് ഒരു 4th ഡിവിഷൻ ടീമിനോട് പരാജയപ്പെടുന്നത്. മേ ബി ദ വേഴ്സ്റ്റ് ടീം ഇൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഹിസ്റ്ററി. 147 വർഷത്തെ ക്ലബ് ഹിസ്റ്ററിയിലെ ഏറ്റവും മോശം ടീം ചിലപ്പോൾ തൻ്റേതായിരിക്കും എന്നാണ് ഒരിക്കൽ അമോറിം തൻ്റെ സംഘത്തെക്കുറിച്ച് പറഞ്ഞത്. അമോറിമിന് നേരെ യുണൈറ്റഡ് ആരാധകർ തന്നെ
കൂവിയാർക്കുന്നത് പല കുറി കണ്ടിട്ടുണ്ട്. അതേസമയം അയാൾക്ക് ഒരല്പം കൂടി സമയം നൽകാമായിരുന്നു എന്ന് വാദിക്കുന്നവരുമുണ്ട് ഇപ്പോഴും. ഫുട്ബോൾ ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്നതല്ല. റൂബൻ അമോറിമിന് പ്രൂവ് ചെയ്യാൻ 3 വർഷമെങ്കിലും കൊടുക്കണം. അടുത്തിടെ ജിം റാഡ്ക്ലിഫ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹം യുണൈറ്റഡിനൊപ്പം 3 വർഷം കാണുമല്ലേ എന്ന ചോദ്യത്തിന് ഉറപ്പായും എന്നായിരുന്നു റാഡ്ക്ലിഫിൻ്റെ മറുപടി. ഇപ്പോൾ ഇതാ അതിനു മുമ്പേ അമോറിം പുറത്താവുന്നു. യുണൈറ്റഡിനെ പ്രതിസന്ധി കാലങ്ങൾ വീണ്ടും പൊതിയുന്നു. കിരീടമില്ലാതെ ഓൾഡ് ട്രാഫോർഡ് ഷെൽഫ് എത്ര കാലം ഇങ്ങനെ ഒടിഞ്ഞു കിടക്കണം എന്നാണ്.